ഹലോ എല്ലാവർക്കും ബയോ ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് 2030 ഡിസംബറിൽ നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിനുള്ള ഡേറ്റ് കൗണ്ട് ഡൗൺ ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി 46 ഡേയ്സ് ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കി പഠിക്കുക. 46 ഡേയ്സ് ആണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന വല്ല പോർഷൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത് നമുക്ക് ക്ലാസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Calorimeters function only in the visible light of frequency ranging from option A 400 to 700 nanometer, option B 200 to 400 nanometer, option C 700 to 800 nanometer, option D 100 to 400 nanometer. And answer option A 400 to 700 nanometer. Next question, which of the following is not a natural dye? Option A Brazilian, option B hematoxylin, option C colchinyl, option D aniline blue. Answer option D aniline blue. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റെയിൻ DNA? ഫ്യൂവൽജൻ, എത്തിഡിയം ബ്രോമൈഡ്, അസറ്റോ, കാർമീൻ, ഓർസീൻ. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ DNA സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് കൊടുത്തുള്ളത് ഓപ്ഷൻ A 1 and 2 only, option B 1 and 3 only, option C 1 and 4 only, option D 2 and 4 only. ഓക്കെ, അപ്പോൾ DNA സ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 1 and 2 only, അതായത് ഫ്യൂവൽജനും എത്തിഡിയം ബ്രോമൈഡും. The vital evidence to discover DNA structure was provided by option A atomic force microscopy, option B spectrophotometry, option C X-ray diffraction, option D mass spectrometry. Answer option C X-ray diffraction. All of the following are true for both TEM and SEM except option A, the illuminating source is an electron beam. Option B, the microscope is focused using an electromagnetic lens. Option C, can be used to view specimens smaller than 0.2 micrometer. Option D, the specimen must be sectioned prior to viewing. അപ്പോൾ TEM എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, SEM എന്ന് പറയുമ്പോൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അപ്പോൾ ഈ TEM എന്ന് പറയുന്നത് is a microscope technique in which the beam of electron is transmitted through the specimen to form an image. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്, നമുക്ക് എന്താണ് നോക്കിയതിന് ശേഷം ഈ ഒരു ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ആൻഡ് ദ സ്പെസിമെൻ ഈസ് മോസ്റ്റ് ഓഫൺ ആൻഡ് ultra thin section less than 100 nanometer thick or a suspension of on a grid. An image is formed from the interaction of the electron with the sample as the beam is transmitted through the specimen. And the image is then magnified and focused onto an imaging device such as fluorescent screen, a layer of photographic film, or a sensor such as scintillator attached to a charge coupled device. So transmission electron microscopy എന്ന് പറയുന്നത് എന്തിനു യൂസ് ചെയ്യുന്നതാണ്, നമ്മളുടെ തിൻ ആയിട്ടുള്ള സെക്ഷൻ്റെ സ്പെസിമെൻ്റെ ഇമേജ്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മളുടെ സെക്ഷൻ ഇമേജ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ദാറ്റ് പ്രൊഡ്യൂസ് ഇമേജ് ഓഫ് എ സാമ്പിൾ ബൈ സ്കാനിങ് ദ സർഫസ് വിത്ത് എ ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇതിലും എന്താണ്, ഇലക്ട്രോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ സോഴ്സ് ഓഫ് പറയുന്നത് ഇലക്ട്രോൺ തന്നെയാണ്. ദ ഇലക്ട്രോൺ ഇന്ററാക്ട് വിത്ത് ആറ്റം ഇൻ ദി സാമ്പിൾ പ്രൊഡ്യൂസിങ് വേരിയസ് സിഗ്നൽ ദാറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് സർഫസ് ടോപ്പോഗ്രഫി ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി സാമ്പിൾ. Okay, and the electron beam is then scanned in a laser scan pattern, and the position of the beam is combined with the intensity of the detected signal to produce an image. The most common
Scanning electron microscope, secondary electrons emitted by atom excited by the electron beam are detected using a secondary electron detector. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷൻസിൽ ട്രൂ ഫോർ ബോത്ത് TEM ആൻഡ് SEM എക്സെപ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ specimen must be sectioned prior to viewing. ഓപ്ഷൻ B. ഓക്കെ, ഇതായിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Human cell contain DNA sequences that match the sequences found in bacterial 16 srDNA. What is your response to this statement? Human cell contain DNA sequences that match the sequences found in bacterial 16 srDNA എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, the statement is untrue because healthy human cell should not contain no bacterial DNA. And then option B, the statement is true because mitochondria contain bacterial DNA sequences. Option C, the statement is untrue because there is no such thing as rDNA only, rRNA. And then option D, the statement is true because 16S sequence are a part of human 18S sequence. So നമുക്ക് അറിയാവുന്നതാണ് അല്ലേ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്താണ് the statement is true because mitochondria contain bacterial DNA sequences. 57th question. For transmission electron microscopy, thin section have to be prepared by option A, rotary microtome, option B, sled microtome, option C, cryomicrotome, option B, ultramicrotome. Answer option D, ultramicrotome. Hematocylin is obtained from the option A, heartwood of Hematocylum campesianum of the family Fabaceae, option B, leaf of Hematocylum campesianum of the family Fabaceae, and then option C, hardwood of Hematocylum campesianum of the family Malvaceae, option D, leaves of Hematocylum campesianum of the family Malvaceae. So answer hardwood of Hematocylum campesianum of the family Fabaceae. 59th question. The fuel-gen nuclear reaction is included. Reaction included the following. Option A, reaction of deoxyribose with leucofusin to give purple color to DNA. Reaction of ribose with the leucofusin to give purple color to DNA. Removal of purine at purine deoxyriboglycosidic bonds of DNA by acid hydrolysis, and option D, all of the above. Answer option C, removal of purine at purine deoxyribose glycosidic bond of DNA by acid hydrolysis. 60th question. In human, the Barr body is an option A, active X chromosome in female, option B, active X chromosome in male, option C, inactive Y chromosome in male, option D, inactive X chromosome in female. സോ നമ്മളുടെ ഹ്യൂമണിൽ കാണപ്പെടുന്ന ബാർ ബോഡി എന്താണ് അതിനെ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഓപ്ഷൻ ഡി, ഇനാക്റ്റീവ് എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ. ഓക്കെ, അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾക്കും തന്നെ ബോറടിക്കും, നമുക്ക് ഒരു മൂഡ് ഉണ്ടാവില്ല തോന്നും. അപ്പോൾ കുറച്ചാവുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഇനി ഇതില്ലെങ്കിൽ മാറ്റം വരുത്തണമെന്നുണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള വല്ല ടോപ്പിക്കും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.